മിഥുനം, തുലാം, കുംഭം തുടങ്ങിയ രാശികളിലാണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ മിഡ് ഹെവൻ പോയിന്റ് വായു രാശികളായിട്ടുള്ള മിഥുനം, തുലാം, കുംഭം തുടങ്ങിയ രാശികളിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഏർപ്പെടാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ബിസിനസ് മേഖല എന്ന് പറയുന്നത് ചിന്തകളുമായിട്ട് ബന്ധപ്പെട്ടത്, ആശയവിനിമയവുമായിട്ട് ബന്ധപ്പെട്ടത്, സാങ്കേതിക വിദ്യയുമായിട്ട് ബന്ധപ്പെട്ടത് ഇത്തരം ബിസിനസ് മേഖലകളിലായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രായോഗികമായിട്ട് വിജയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അതിൽ തന്നെ നിങ്ങളൊരു ബ്രാൻഡ് ചെയ്യുമ്പോൾ ദ കണക്ടർ, ദ വിഷണറി, ഈ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് എളുപ്പത്തിൽ ഏറ്റവും ഗ്രോത്ത് കൊണ്ടുതരുന്നത്. ഇനി നിങ്ങൾ അതിനകത്ത് മിഥുനം രാശിയിലാണ് നിങ്ങളുടെ മിഡ് ഹെവൻ പോയിന്റ് വരുന്നതെന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ ആശയങ്ങൾ, വിവരങ്ങൾ കൈമാറുന്നത്, നെറ്റ്വർക്ക് നടത്തുക, ഇങ്ങനെയുള്ള അല്ലെങ്കിൽ പുതുമയുള്ള വിവരങ്ങൾ നൽകുന്ന ഒരു ബ്രാൻഡ്, ഈ രീതിയിൽ നിങ്ങളെ പൊസിഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം നിങ്ങൾ കളേഴ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ മഞ്ഞ അല്ലെങ്കിൽ മഞ്ഞയുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടിൻറ്റുകൾ, ടോണുകൾ ഒക്കെ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ഒരുപാട് ഗ്രോത്ത് ഉണ്ടാക്കി തരും. നിങ്ങൾ പ്രസൻറ്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ഇൻഫോഗ്രാഫിക്സ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉപയോഗിക്കുന്നത്, ധാരാളം ടെക്സ്റ്റ് ഉള്ള ഡിസൈനുകൾ, പോപ്പപ്പ് ആർട്ടുകളുള്ള ആ ഒരു ശൈലിയിൽ കാര്യങ്ങൾ ചെയ്യുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഈസി ആയിട്ട് നിങ്ങളെ ബ്രാൻഡിനെ ജനങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കാരണമാകും. ഇനി നിങ്ങൾ തുലാം രാശിയിലാണ് നിങ്ങളുടെ മിഡ് ഹെവൻ പോയിന്റ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും യോജിക്കുന്നത് പങ്കാളിത്തം, സൗന്ദര്യം, സ്റ്റൈല്, ആളുകൾക്കിടയിൽ ഒരു ബാലൻസ് ഉണ്ടാക്കുന്ന, ഇതുമായി ഈ പറയുന്നതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊഡക്റ്റുകളോ സർവീസുകളോ ഒക്കെയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കുറഞ്ഞ സമയത്തിൽ ഒരുപാട് ഗ്രോത്ത് ഉണ്ടാക്കി തരിക. അതിൽ വിഷ്വൽസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പേസ്റ്റൽ കളേഴ്സ്, അതിൽ ബ്ലൂ, പിങ്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാം. നിങ്ങളുടെ ഡിസൈൻസ് ഒക്കെ വളരെ സിമെട്രിക് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് നിങ്ങളുടെ ലോഗോസ്, പിന്നെ അതിൽ ഉപയോഗിക്കുന്ന ഫോട്ടോസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫോട്ടോസ്, ഇതൊക്കെ ഉപയോഗിക്കുന്നത് ഒരു ലക്ഷറിയുടെ ഒരു ഫീലിംഗ് കൊടുക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് ഈസി ആയിട്ട് നിങ്ങളുടെ ബ്രാൻഡിനെ ജനങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നതിന് കാരണമാകും. ഇനി നിങ്ങളുടെ മിഡ് ഹെവൻ പോയിന്റ് വരുന്നത് കുംഭം രാശിയിലാണ് എന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ AI, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി, സോഷ്യൽ കോസിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെയാണ് തങ്ങളുടെ ബ്രാൻഡിന്റെ പ്രൊഡക്റ്റോ സർവീസോ എന്ന രീതിയിൽ നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പത്തിൽ ജനങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് അക്സെപ്റ്റൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുക. അതായത് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് ആ ഒരു ബ്രാൻഡ്, കമ്പനി എന്ന തോന്നലാണ് ജനങ്ങളുടെ ഇടയിൽ നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. നിങ്ങളുടെ വിഷ്വൽസ് ഒക്കെ വളരെ നല്ല ഇലക്ട്രിക് ബ്ലൂ, നിയോൺ, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ, ഇങ്ങനെയുള്ളതൊക്കെ കൊടുക്കുന്നത് വളരെയധികം ഹെൽപ്ഫുൾ ആകും. അതോടൊപ്പം ഡിജിറ്റൽ ആർട്ട്, അങ്ങനെയുള്ളതിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിലേക്ക് ഷെയർ ചെയ്യുക.